Hi friends, it's me SANUF. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് റഷ്യ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മിസൈൽ ടെസ്റ്റ് നടത്തിയിരുന്നു. ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് കൂടാതെ റഷ്യയും ഇന്ത്യയും കൂടെ വലിയൊരു മിലിറ്ററി നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ട്രംപ് ഒരു വിധത്തില് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനൊരു കണ്ടീഷൻ പോലും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. സോ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ എന്താണെന്നും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെയും കുറച്ചധികം വാർത്തകൾ ഈ ഒരു വീഡിയോയിലുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. റഷ്യ ലേറ്റസ്റ്റ് ആയിട്ട് ആന്റി ബലസ്റ്റിക് മിസൈലിന്റെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. കസാക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ആന്റി ബലസ്റ്റിക് മിസൈൽ എന്താ ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഇൻകമിംഗ് ആയിട്ട് വരുന്ന ബലസ്റ്റിക് മിസൈലിനെ അതുപോലെ തന്നെ എയർക്രാഫ്റ്റിനെ മിസൈൽസിനെല്ലാം തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മിസൈലാണ്. ഇതിനു മുമ്പ് ഈ ഒരു കോൾഡ് വാർ നടക്കുന്ന സമയത്ത് തന്നെ റഷ്യ ഈ ഒരു ആന്റി ബലസ്റ്റിക് മിസൈലൊക്കെ വികസിപ്പിച്ചതാണ്. ആ സമയത്ത് ഇതിന് കുറേയധികം പോരായ്മകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ള വെർഷൻസ് ഇവർ നിർമ്മിച്ചു വരുന്നുണ്ടായിരുന്നു. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷന്റെ ടെസ്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ നടത്തിയിരിക്കുന്നത്. ഈ ടെസ്റ്റ് വിജയകരമായിരുന്നു പറഞ്ഞിട്ട് റഷ്യയുടെ സ്പുട്നിക് എന്നൊക്കെ അറിയപ്പെടുന്ന പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. അതേസമയത്ത് റഷ്യയും ഇന്ത്യയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് വലിയൊരു നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ ഒരു നേവൽ എക്സസൈസ് എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2020 ഈ ഒരു 2-3 മാസം മുമ്പായിട്ട് ഇന്ദ്ര എന്നറിയപ്പെടുന്ന ഒരു എക്സസൈസ് ഇന്ത്യയും റഷ്യയും കൂടെ നടത്തിയിരുന്നു. ഈ ഒരു നേവൽ എക്സസൈസ് ഇന്ത്യ നടത്താനുള്ള കാരണം റഷ്യയിൽ വെച്ചിട്ട് കൗക്കസ് 2020 എന്ന് പറയുന്ന വേറൊരു മിലിറ്ററി എക്സസൈസ് നടത്തിയിരുന്നു. അതിൽ പാകിസ്ഥാന്റെയും ചൈനയുടെ ഒക്കെ മിലിറ്ററി പേഴ്സൺസ് വന്നിട്ടുണ്ടായിരുന്നു. ആ എക്സസൈസിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നില്ല. കോവിഡിന്റെ ഒരു കാരണമൊക്കെയാണ് ഇന്ത്യ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് തന്നെയായിരുന്നു ചൈനയുമായിട്ടുള്ള ബോർഡർ ഇഷ്യൂസ് ഒക്കെ നടന്നത്. അങ്ങനെ ആ ഒരു എക്സസൈസിൽ ഇന്ത്യ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ റഷ്യയുമായിട്ട് സെപ്പറേറ്റ് ഒരു നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യായിരുന്നു. ആ നേവൽ എക്സസൈസിൽ പോലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കുറേയധികം ഫ്രിഗേറ്റ്സ് അതുപോലെ വാർഷിപ്സ് ഒക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2021 ജൂലൈ മാസമായിട്ട് ബലിസ്റ്റിക് സീൽ വെച്ചിട്ട് ഇന്ത്യയും റഷ്യയും കൂടിയുള്ള ഒരു നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യാമെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ റഷ്യൻ എംബസിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർ ഒരു ചർച്ച നടത്തിയിരുന്നു. അവരും അതുപോലെ തന്നെ റഷ്യയുടെ ഓഫീസേഴ്സും തമ്മിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഈ മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചതെന്നും റഷ്യയാണ് ഈ ഒരു കാര്യം ആദ്യം മുന്നോട്ട് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ത്യൻ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് റഷ്യൻ മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നേവൽ എക്സസൈസ് നടത്തുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും അമേരിക്ക ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നത് റഷ്യക്ക് ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് വലിയൊരു ആശ്വാസം നേടാനായിട്ടും ഇത് സാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നേവൽ എക്സസൈസ് നടത്തുന്നതിന്റെ ഒപ്പം തന്നെ ഇന്ത്യക്ക് റഷ്യ നിർമ്മിച്ചു നൽകാമെന്ന് പറയുന്ന പ്രൊജക്ട് 11356ന്റെ ഭാഗമായിട്ടുള്ള ഫ്രിഗേറ്റ്സ് കൈമാറുമെന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ട് 11356 എന്നറിയപ്പെടുന്നത് ഗ്രിഗറോവിച്ച് എന്നറിയപ്പെടുന്ന ക്ലാസ്സിൽ പെടുന്ന ഫ്രിഗേറ്റ്സ് നിർമ്മിച്ചു നൽകുന്ന ഒരു പ്രൊജക്ട് ആണ്. ഇത് ഓൾറെഡി റഷ്യൻ നേവിയുടെ കയ്യിലുണ്ട്. ഇന്ത്യൻ നേവിയുടെ കയ്യിലും ഇതിന്റെ 2-3 വേരിയന്റ് ഉണ്ട്. സോ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഒക്കെ നൽകാനാണ് റഷ്യ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്നത്. ഇതില് 2 റഷ്യയിൽ വെച്ചിട്ട് നിർമ്മിച്ച് നൽകുകയാണ്. ബാക്കിയുള്ള 2 മൊത്തം 4 നിർമ്മിക്കുന്നത്. ബാക്കിയുള്ള 2 ഗോവയിൽ വെച്ചിട്ട് നിർമ്മിക്കുന്നുണ്ട്. ഈ ഒരു ഫ്രിഗേറ്റ്സിന്റെ പ്രത്യേകത പറയുന്നത് ഇതിലെ ആന്റി സബ്മറൈൻ വാർഫെയർ അതുപോലെ തന്നെ ആന്റി സർഫസ് വാർഫെയർ ആന്റി എയർ വാർഫെയർ ഇതിലൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു കപ്പാസിറ്റി ഉള്ളതാണെന്നും ഇത് കൂടാതെ ഈ ഫ്രിഗേറ്റ്സിനൊക്കെ അതിന്റെ ഷേപ്പ് തന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇനേബിൾ ചെയ്യുന്ന ഒരു ഷേപ്പാണ്. ഇതിന് കുറേയധികം അമ്യൂണേഷൻസ് വരും, അതുപോലെ മിസൈൽസ് വരും, അതുകൂടാതെ ഹെലികോപ്റ്റേഴ്സ് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് കുറച്ച് വാർത്തകൾ കണ്ടത്. സോ എന്തായാലും ഈ ഒരു ഫ്രിഗേറ്റ്സ് ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ പവർ ലഭിക്കുന്നതിന് നമുക്ക് പറയാം. ഇത് റഷ്യയുമായുള്ള ബന്ധത്തിലും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരു കാരണമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ USA കയ്യിൽ നിന്ന് ഡ്രോൺസ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ലീസിന് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഹെറോൺ ഡ്രോൺസിന്റെ അപ്ഗ്രേഡഡ് വേരിയന്റും ഇന്ത്യ വാങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് സി ന്യൂസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് ANI റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. ആക്ച്വലി
ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇന്ത്യയുടെ കയ്യിലുള്ള ഈ ഒരു ഡ്രോൺ ടെക്നോളജി കുറച്ചും കൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അതിർത്തിയിൽ ഈ ഒരു ഡ്രോൺസ് വലിയ തോതിൽ ഇന്ത്യക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്നും. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു ഡ്രോൺ ടെക്നോളജി ഇപ്പോൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മാത്രമല്ല പല ഡിഫൻസ് വിദഗ്ധരും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യ ഇപ്പോൾ ചെവി കൊണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഒഫീഷ്യൽസ് എല്ലാവരും തന്നെ പുതിയ ഡ്രോൺ ടെക്നോളജി ഇന്ത്യയിലോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളും വ്യാപകമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ടുള്ള ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ലേറ്റസ്റ്റ് ആയിട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം ഒഴിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അടുത്ത മാസങ്ങളായിട്ട് ഡിസംബറിലായിട്ട് അമേരിക്കയിലെ ഇലക്ടോറൽ കോളേജസ് പങ്കെടുത്തുകൊണ്ട് ഒരു വോട്ടിംഗ് നടത്തും. ഈ വോട്ടിങ്ങിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അവരായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് മാറുക. സോ ഈ ഇലക്ടറൽ കോളേജിന്റെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിംഗ് ഈ ഒരു ജോ ബൈഡന് ഫേവർ ആണെങ്കിൽ അദ്ദേഹം എന്തായാലും ഒഴിയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലെ ജനങ്ങൾ ഈ ഇലക്ടറൽ കോളേജിൽ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ടറൽ കോളേജസ് ജനങ്ങളുടെ താല്പര്യം കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു വോട്ടിംഗ് നടപ്പാക്കേണ്ടതെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്താനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോഴും കുറെ കേസുകൾ ഈ ഇലക്ഷൻ സമയത്ത് ഫ്രോഡ് നടന്നു പറഞ്ഞിട്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ആ കേസുകളുടെ വിധി ഓരോന്നായിട്ട് വരുന്നുണ്ട്. ചിലതൊക്കെ ട്രംപിന് ഫേവർ ആയിട്ടായിരുന്നു. ഈ ഇലക്ടറൽ കോളേജിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ട്രംപിന് വീണ്ടും പ്രസിഡന്റ് ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെന്താ സംഭവിക്കാന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതുകൂടാതെ നോർത്ത് കൊറിയയിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ വാർത്ത സൗത്ത് കൊറിയയുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റിയെ അത് കംപ്ലീറ്റ് ആയിട്ട് ലോക്ക്ഡൌൺ ചെയ്തുവെന്നും ഇത് കൂടാതെ അവിടെ കോവിഡ് വന്നു എന്ന് പറഞ്ഞിട്ട് സംശയിച്ച 2 ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അത് അവരെ കൊല്ലാനായിട്ടുള്ള ഓർഡർ കിം ജോങ് ഉൻ നൽകിയെന്ന് പറഞ്ഞിട്ടും ഈ ഒരു ഏജൻസിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നോർത്ത് കൊറിയ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഡിപ്ലോമേറ്റ്സിനോട് നിങ്ങൾ സംയമനം പാലിക്കാനായിട്ടും ഇന്റർനാഷണൽ ബോഡീസിലോ അല്ലെങ്കിൽ നിങ്ങളെ വല്ല ടോക്കിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ പോലും അമേരിക്കയെ പ്രകോപിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ മേ ബി നോർത്ത് കൊറിയയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നിലപാടെടുക്കാമെന്ന് അവർക്കൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് പോലും ജോ ബൈഡൻ ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അതായത് നോർത്ത് കൊറിയയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിം ജോങ് ഉൻ എങ്ങനെയെങ്കിലും അമേരിക്കയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് പിൻവലിക്കുന്നതിലൂടെ വീണ്ടും ഈ ഒരു നോർത്ത് കൊറിയയുടെ എക്കോണമിയെ ഒന്ന് ഉയർത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി കോവിഡ് വന്നുകൊണ്ട് ചൈനയുമായുള്ള കച്ചവടം പോലും നോർത്ത് കൊറിയയ്ക്ക് വലിയ തോതിൽ ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ പ്രശ്നം നോർത്ത് കൊറിയയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കഴിയുന്നു പറഞ്ഞിട്ട് പല NGOസും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഇനിയും മോശമാകുന്നതിന് മുൻപായിട്ട് എങ്ങനെയെങ്കിലൊക്കെ അവിടുത്തെ ജനങ്ങളെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെടണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.